ക്ഷമയുള്ളവർക്ക് ഈ പടം കണ്ടിരിക്കാൻ പറ്റും. ഉറക്കം വന്നു എനിക്ക് സെക്കൻഡ് ഹാഫ്. നാടോടി നൃത്തവും തിരുവാതിരയും കുച്ചിപ്പുടിയും നമ്മൾ എങ്ങനെയാണ് കാണുന്നത്, അതേപോലെ ലാഗായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. തീരുന്നവരെ ആർട്ടിസ്റ്റിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ എല്ലാവരും എടുത്തിട്ടുണ്ട്. ക്ലാസിക് മൂവിയാണ്. ലൈക്ക് എന്താ പറയാ, പടത്തിലെ ലൈക്ക് ഒരു മേക്കിംഗ് തന്നെ ആ ഒരു നമുക്കൊരു 80s 70s ആ ഒരു രീതിയിലുള്ള പടത്തിലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. സോ എന്തായാലും മേക്കിംഗ് വൈസും ദുൽഖറിന്റെ പെർഫോമൻസ് അത് പറയാതിരിക്കാൻ പറ്റൂല. അത് അടിപൊളിയാണത്. തുടക്കം തൊട്ട് അവസാനം വരെയും നമുക്ക് എന്ത് പറയാൻ, അത്രയ്ക്ക് പെർഫോമൻസ് വൈസ് നമുക്കൊന്നും പറയാൻ പറ്റൂല. അത്രയ്ക്ക് നൈസാണ് പടത്തില്. കൊള്ളാട്ടോ, നല്ലൊരു പെർഫോമൻസ് വൈസ് നൈസ് ആയിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യൽ ദുൽഖറിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയാം. അത്രയും പുള്ളിക്കാരൻ നല്ലോണം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തവരാണ് ഭാഗ്യശ്രീ പുള്ളിക്കാരൻ നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡ്യൂറേഷൻ കുറച്ച് കൂടുതലാണ്, പക്ഷെ അതെല്ലാം എല്ലാ ആർട്ടിസ്റ്റ് അവരുടെ കിടിലൻ പെർഫോമൻസ് വെച്ചുകൊണ്ട് നമുക്ക് ഒരു ലാഗൊന്നും തോന്നിയിട്ടില്ല. നൈസായിട്ട് പടം തീരുന്നവരെ ആർട്ടിസ്റ്റിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ എല്ലാവരും എടുത്തിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ റാണ രഘുപതി ആയിക്കോട്ടെ, ഭാഗ്യശ്രീ ആയിക്കോട്ടെ, സമുദ്രകനി ആയിക്കോട്ടെ, എല്ലാവരും അവരുടെ മാക്സിമം എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും നാഷണൽ ലെവൽ ഇത് കിട്ടേണ്ടതാണ്. പടം കൊള്ളാം, നൈസായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അഴിഞ്ഞാട്ടവും കിഴിഞ്ഞാട്ടവും കുമ്മടിയാട്ടവും കിമ്മടിയാട്ടവും ഒന്നുമില്ല. ഇത് വെറും കുച്ചിപ്പുടിയായിരുന്നു. നാടോടി നൃത്തവും തിരുവാതിരയും കുച്ചിപ്പുടിയും നമ്മൾ എങ്ങനെയാണ് കാണുന്നത്, അതേപോലെ ലാഗായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാണ്. ഫാൻസുകാർക്ക് പലതുമൊക്കെ പറയാം. എന്നെ നീ തള്ളാക്കി വിളിച്ചാൽ എനിക്ക് പ്രശ്നമില്ല. പടം ലാഗാണ്. തുടക്കം മുതൽ പകുതി വരെ സ്റ്റോറി വേറൊരു രീതിയിൽ, പിന്നെ സെക്കൻഡ് ഹാഫ് തൊട്ട് വേറൊരു രീതിയിലാണ് സ്റ്റോറി പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എടുത്തു പറയാനായിട്ടുള്ള ഈ സിനിമയിലുണ്ടെന്ന് പറയുന്നത് ദുൽഖറിൻ്റെ അഭിനയം, മാസ്മരികമായ അഭിനയം, മികവുറ്റ അഭിനയം, അച്ഛനെ പോലെ തന്നെ അഭിനയിച്ചു. അത്രയേ ഉള്ളൂ. പിന്നെ ഫാൻസുകാർ പറയും. പിന്നെ വേറെ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ഒരു 3-4 ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും. എനിക്ക് തോന്നുന്നത് 2-3 ദിവസം കിടക്കും. റാണയുടെ ക്യാരക്ടറൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓവറായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് അത് ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ക്ലൈമാക്സ് കുഴപ്പമില്ല, സാധനം എടുത്തത് കൊള്ളാം. ക്ലാസ് ആയിട്ട് വന്നിട്ടുണ്ട് പടം. എന്നാലും കുറച്ചുകൂടെ മെച്യൂരിറ്റി കൂടുതലായിട്ട് വന്നിരുന്നെങ്കിൽ കിടിലമായിരുന്നു. പടം നല്ല പടമാണ് ബ്രോ. പെർഫോമൻസ് വൈസാണ് മെയിനായിട്ട് പറയേണ്ടത്. അത് അടിപൊളിയായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. കുറേ മലയാളത്തിൽ കുറേ പടങ്ങൾ ഇപ്പോൾ വരുന്നില്ല പുള്ളിയിൽ, പക്ഷേ ഇതുപോലത്തെ റെട്രോ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട് പുള്ളി. കാരണം ഇങ്ങനത്തെ പടങ്ങളൊക്കെ പുള്ളിക്ക് എല്ലാം ഹിറ്റാണ്. ഇതും സൂപ്പർ ഹിറ്റാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് കുറച്ച് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഇതായിട്ട് ചെയ്യുന്നുണ്ട്. ക്ലൈമാക്സ് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ അതോ? ക്ലൈമാക്സ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു, പക്ഷെ എന്നാലും ട്വിസ്റ്റ് കുറച്ച് വന്നപ്പോൾ നമുക്ക് കുറച്ച് 1-2 ചിലപ്പോൾ വേറെ മാറിപ്പോകുമെന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും നമ്മൾ പ്രതീക്ഷയെടുത്ത് തന്നെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ടുണ്ട്. മ്യൂസിക് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ബ്രോ. കുഴപ്പമില്ല. എന്താ പറയുക, ഈ നമ്മൾ ഈ പ്രിവ്യൂ ഷോയിലൊക്കെ റിവ്യൂ വായിച്ച പോലെ നടിപ്പ് ചക്രവർത്തി, ഈ ആക്ടിങ് ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു ബേസാണ് പടം. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. പക്ഷേ 1 വർഷം കൂടുതലായി നമുക്കൊരു ദുൽഖർ സൽമാൻ്റെ സിനിമ, അതും പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന് ഒരിക്കൽ കൂടി പ്രൂവ് ചെയ്തിട്ടുണ്ട്. എക്സലൻറ്റ് മൂവി. ഓവറോൾ നമുക്ക് നല്ല ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. എൻറ്റയർ നമുക്ക് ഒരു സ്ലോ ഫീൽ നമുക്ക് തോന്നും, പക്ഷേ പക്കയായിട്ട് അത് എടുത്തിട്ടുണ്ട്. ക്ലൈമാക്സ് എത്തുമ്പോൾ കുറേ കൂടെ നമുക്കത് മനസ്സിലാവും. നല്ല കിടിലൻ മൂവി, മസ്റ്റ് വാച്ച്. ഓക്കെ ബ്രോ, പടം സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ക്ലാസ് പടമാണ്. 1950-കളിൽ നടക്കുന്നതാണ്. ഇപ്പോഴത്തെ പ്രേക്ഷകർക്ക് എത്രത്തോളം ദഹിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് ലാഗ് കുറച്ചിരുന്ന ഈ പടം അല്പം കൂടെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുമായിരുന്നു. പക്ഷേ ദുൽഖറിൻ്റെ പെർഫോമൻസ് ഒന്നും പറയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. കരിയർ ബെസ്റ്റ് പെർഫോമൻസ്. നടുപ്പ് ചക്രവർത്തി എന്നുള്ള ടാഗ് ലൈന് 100% അർഹതപ്പെട്ട വ്യക്തിയാണ്. കാരണം ദുൽഖർ തന്നെയാണ് എല്ലാം, വേറെ ഒന്നുമില്ല ഈ പടത്തിൽ. കാരണം ദുൽഖറിന്റെ മേലിൽ ആർക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്ത ലെവലായി. ദുൽഖറിന് റോളും കാര്യമാണ്. റാണയാണ് കൂടുതൽ സ്കോർ ചെയ്ത് വന്നത്. പക്ഷേ എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫ് ഒരു അവസാനം 20 മിനിറ്റ് ഉണ്ട്. ദുൽഖറിന്റെ അഴിഞ്ഞാട്ടം ആ ലെവൽ പെർഫോമൻസ് കൊണ്ട് മാത്രമേ പടം നമുക്ക് കാണാം. ആ റേഞ്ചിലാണ് പടം ചെയ്തിരിക്കുന്നത്. ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞില്ല, 3 മണിക്കൂർ ലാഗ് കുറവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പണ്ടത്തെ കഥയാണ്, മാസ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഇല്ലാത്ത പണ്ട്. അതായത് ഇതുപോലത്തെ ടൈപ്പ് പടങ്ങൾ ഒരു സാധാ ലെവലിൽ ക്ലാസ് പടം എന്നുള്ള രീതിയാണ് ഇറക്കിയത്. ക്ലാസ് പടങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഈ പടം ഇഷ്ടപ്പെടുള്ളൂ. അല്ലാത്തവർക്കൊന്നും ഒരു രീതിയിൽ ഇഷ്ടപ്പെടില്ല. ലാഗ് ക്ഷമിച്ചിരുന്ന് കാണാൻ പറ്റുന്നത് പറ്റില്ല. പക്ഷേ ദുൽഖറിന്റെ പെർഫോമൻസ് അതിനുവേണ്ടി മാത്രം ഈ പടം കാണാം. പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബ്രോ. ആക്ച്വലി എനിക്ക് മൂവി ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ദുൽഖറിന്റെ പെർഫോമൻസ് ആണ്. ദുൽഖർ മാത്രമല്ല, നമ്മുടെ
നമ്മുടെ റാണയാണെങ്കിലും സമുദ്രക്കനിയാണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ജെയ്ക്സിന്റെ മ്യൂസിക് തന്നിട്ടുണ്ട്, സ്ക്രിപ്റ്റ് കൊള്ളാം, ഒരു ദുൽഖർ വന്നിട്ടുണ്ട് ബ്രോ. നല്ല ക്ഷമയുള്ളവർക്ക് മാത്രമേ കണ്ടിരിക്കാൻ പറ്റൂ. അതത്രേ ഉള്ളൂ. കാരണം ഇതൊരു സ്ലോ പേസിൽ പോകുന്ന ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണ്. ഒരു ത്രില്ലർ എലമെന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്ഷമയുള്ളവർക്ക് ഈ പടം കണ്ടിരിക്കാൻ പറ്റും. കാരണം ഡ്യൂറേഷൻ ഉള്ളത് കൊണ്ട് അത്ര ഡ്യൂറേഷൻ വേണ്ടാന്ന് തോന്നി, പക്ഷേ കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. രണ്ട് പാർട്ടായിട്ട് എടുക്കാം. ഫസ്റ്റ് ഹാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ കണ്ടിരിക്കാം, ഒരു ബോറടി തോന്നൂല. കാരണം ഒരു ഫീൽ ഗുഡ് എന്താ പറയുക, ഒരു 90s നടക്കുന്ന 80s നടക്കുന്ന പടം ആ ഫീലിൽ കണ്ടിരിക്കാം. പക്ഷേ സെക്കൻഡ് ഹാഫ് വരുമ്പം റാണ വന്ന ശേഷം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ടാണ് പോകണം. പക്ഷെ അതെനിക്കൊരു ദഹിച്ചിട്ടില്ല. വലുത് ഉറക്കം വന്നു എനിക്ക് സെക്കൻഡ് ഹാഫ്. ക്ലൈമാക്സ് ട്വിസ്റ്റ് അതിനെ കാണാൻ നിന്നില്ല, ഭയങ്കര ഉറക്കമാണ് സത്യം. സെക്കൻഡ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ദുൽഖറിന്റെ അഭിനയം എടുത്തു തന്നെ പറയണം, പുള്ളി കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. നടിപ്പിൻ ചക്രവർത്തി എന്ന് പറഞ്ഞ ടാഗ് പുള്ളിക്ക് കിട്ടാൻ വേണ്ടി അഭിനയിച്ച പോലെ രീതിയിലാണ് ഈ പടം ചെയ്തിട്ടുള്ളത്. എനിക്ക് അതുകൊണ്ട് ദുൽഖറിന്റെ അഭിനയമൊക്കെ ഉള്ള പടം വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ഹാഫ് ലൈക്ക്, സെക്കൻഡ് ഹാഫ് ലാഗാണ്. പടം ഭയങ്കര ലാഗാണ്. പടം ആവറേജ് ആണ്. നമ്മൾ ട്രെയിലർ കണ്ട് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒന്നുമില്ല. പുള്ളിയുടെ അഭിനയം മാത്രമേ കൊള്ളാത്തുള്ളൂ. ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ മോശമാണ്. കാരണം ഇത് 60s 70s എടുത്ത പടമാണ്. അപ്പോൾ മേക്കിംഗ് ഒക്കെ ആ രീതിക്കൊന്നും നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. ഇപ്പോൾ എടുത്ത പടം പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ കഥയൊക്കെ കണ്ടുപോലത്തെ കഥയാണ്. അതുകൊണ്ട് പുള്ളിയുടെ അഭിനയം നമ്മൾ പടത്തിന് ഫുൾ തള്ളിക്കളയാൻ പറ്റൂല. ദുൽഖറിന്റെ അഭിനയം ഇതുവരെ പുള്ളി ചെയ്ത സിനിമകളിൽ ഏറ്റവും മികച്ച അഭിനയമാണ്. പിന്നെ തമിഴ്നാട്ടിലെ സ്റ്റേറ്റ് അവാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്, കാരണം ഡയറക്റ്റ് തമിഴ് പടം ആയതുകൊണ്ട്. അതർവൈസ് ഈ പടം നമുക്ക് എല്ലാവർക്കും തിയേറ്റർ ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കത്തില്ല. നമുക്ക്